എല്ലാവർക്കും നമസ്കാരം. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന കിടിലൻ ഹൽവ, ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ നമ്മളൊരു 500 ഗ്രാം ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു കടായിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 350 ml പാൽ ഒഴിച്ചു കൊടുക്കുക. പാലിന് പകരമായി നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു പാലിൽ വേവിച്ചെടുക്കുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ അത്രത്തോളം ടേസ്റ്റ് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന ക്യാരറ്റിന് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിവിടെ പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ പാൽ അത്യാവശ്യം തിളച്ച് വരുന്നത് വരെയും തീ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും വെച്ച് വേണം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, പാലായതുകൊണ്ട് തന്നെ അത് തിളച്ച് പതഞ്ഞ് പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. അതൊഴിവാക്കാനായിട്ട് ഇടയ്ക്കിടെ അടപ്പ് തുറന്നു കൊടുക്കുക. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റോളമായിട്ടുണ്ട്. പാലൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വറ്റി ആ ഒരു ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടി. ഇനി ഇതിലെ ആ ഒരു ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് വരെ ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കുക. ചൂട് മാറിയതിന് ശേഷം ഒരു ജാറിലേക്കിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഈ ക്യാരറ്റ് അരച്ചെടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പകരം ഈ ക്യാരറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു പാല് മാത്രം മതിയാവും. അങ്ങനെ ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് ഈ അരച്ചെടുത്ത് വെച്ച ക്യാരറ്റ് ഒരു കടായിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുക്കുക. അതായത് ഈ പഞ്ചസാരയൊക്കെ അത്യാവശ്യം അലിഞ്ഞ് ആ ഒരു ക്യാരറ്റ് ചെറിയ തോതിലൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം, ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ക്യാരറ്റ് തിളച്ച് കയ്യിലേക്ക് വീഴാതിരിക്കാനായിട്ട് ഒന്നെങ്കിൽ തീ ഒരു ലോ ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ഈ ഒരു നെയ്യ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി മുതൽ അങ്ങോട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുക്കുക. അതായത് ഈ ക്യാരറ്റിലെ ജലാംശമെല്ലാം അത്യാവശ്യം ഒന്ന് വറ്റി ക്യാരറ്റ് കുറുകി ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ആ ഘട്ടത്തിൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ഇളക്കാം. ഇനി അങ്ങോട്ട് ക്യാരറ്റ് ഈ പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുവരുന്നത് വരെ വേണം തുടരെ ഇളക്കി കൊടുക്കാൻ. ഈ കാണുന്നത് പോലെ ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത രീതിയിൽ വേണം നമുക്ക് ഈ ക്യാരറ്റ് ഹൽവ ചെയ്തെടുക്കാൻ. അതിനെപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രം തന്നെയാവും ഉപകാരപ്പെടുക. അതുകൊണ്ട് കഴിവതും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കശുവണ്ടിയാണ്. അതുകൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.